ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് CMA ലുക്മാനുൽ ഹക്കീം, നിങ്ങളുടെ കോസ്റ്റിംഗ് ആൻഡ് FM ഫാക്കൽറ്റിയാണ്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് സ്പെഷ്യലി ഫോർ ഡിസംബർ അറ്റംപ്റ്റിലേക്ക് CMA ഫസ്റ്റ് ഗ്രൂപ്പോ സെക്കൻഡ് ഗ്രൂപ്പോ പ്ലാൻ ചെയ്യുന്ന പിള്ളേർക്കുള്ള വീഡിയോ ആണിത്. ഓക്കെ, സോ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് പർച്ചേസ് ചെയ്ത പിള്ളേരുടെ കുറച്ച് ഒപ്പീനിയൻ പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഉദ്ദേശത്രയേ ഉള്ളൂ. CMA ഇൻ്റർ ഗ്രൂപ്പ് 2 ആണ് നിങ്ങൾ ഡിസംബറിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന അറ്റംപ്റ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ വളരെ ഷോർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈം ടേബിൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ പഠിത്തം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്, എൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യം CMA ഇൻ്റർ ഗ്രൂപ്പ് 2നെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് 2 പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് രണ്ട് രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഓൾറെഡി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഓഫ്ലൈൻ ക്ലാസ് കിട്ടിയിട്ടുണ്ട്, കോൺസെപ്ഷൻ ക്ലാരിറ്റി ഉള്ള ഓഫ്ലൈൻ ക്ലാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഓൺലൈൻ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ വേറെ റെഫറൻഷ്യൽ ക്ലാസ്സിലേക്കോ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ നല്ല രീതിയിലുള്ള ഓഫ്ലൈൻ കോൺസെപ്ഷൻ ക്ലാസ് കിട്ടിയിട്ടില്ല, അതല്ലെങ്കിൽ കഴിഞ്ഞ അറ്റംപ്റ്റ് എഴുതിയ സമയത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്തൊക്കെ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പഠിച്ചത് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനുണ്ട്, ഈ രീതിയിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഓൺലൈൻ ക്ലാസ് ചൂസ് ചെയ്യാൻ വേണം. എവിടെ നിന്നാലും കുഴപ്പമില്ല, നിങ്ങളൊരു കോൺസെപ്ഷൻ ക്ലാരിറ്റി ഉള്ള ഓൺലൈൻ ക്ലാസ് നിങ്ങൾ ചൂസ് ചെയ്യണം. ഓക്കെ, സോ ഈ പറയുന്ന പോലെ ഓൺലൈൻ ക്ലാസ് ആവശ്യമുള്ള പിള്ളേർക്ക് അതിൻ്റെ ഡാറ്റയും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് 2 നമ്മൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റ്, നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് ഒന്ന് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്, FM ആണ്, രണ്ടാമത് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ്, മൂന്നാമത് OPM ആൻഡ് SM, നാലാമത് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. ഇത്രയും പേപ്പേഴ്സാണ് നമുക്ക് ആക്ച്വലി പഠിക്കാനുള്ളത്. ഗ്രൂപ്പ് 2ൻ്റെ സ്പെഷ്യാലിറ്റി വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഗ്രൂപ്പ് 2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് നമുക്ക് ഗ്രൂപ്പ് 2 പഠിക്കാനുള്ളത്. കുറച്ചും കൂടെ ടഫുള്ള പേപ്പേഴ്സാണ് ഗ്രൂപ്പ് 2 എന്ന് പൊതുവെ പറയാറുണ്ട്. ഓക്കെ, സോ ഗ്രൂപ്പ് 2 എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമ്മുടെ ക്ലാസ്സിൻ്റെ സ്പെഷ്യാലിറ്റി, നമ്മുടെ ലെക്ചേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ക്ലാസ് മുഴുവനായിട്ടും റെഗുലർ റെക്കോർഡഡ് ക്ലാസ് നമ്മൾക്ക് വരുന്നത് 45 hours മാത്രമാണ്. ടോട്ടൽ എത്രയാണ്? ബിലോ 45 hours ആണ് നമ്മുടെ ഫിനാൻസ് മാനേജ്മെൻറ്റ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സാറേ 45 hours കൊണ്ടൊക്കെ ടോട്ടൽ റെഗുലർ ക്ലാസ് കംപ്ലീറ്റ് ആവുന്നത്? അതിൻ്റെ റീസൺ, നമ്മുടെ ക്ലാസ്സസ് ഫുള്ളി സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. 0 അൺവാണ്ടഡ് ടോക്കാണ് നമ്മുടെ ക്ലാസ്സസ് ഉള്ളത്. ഒരു തരത്തിലുള്ള അൺവാണ്ടഡ് ടോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. 100% നമ്മുടെ സിലബസായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോൺസെപ്റ്റായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനാണ് നമ്മൾ നടത്തുന്നത്. കാരണം നിങ്ങളുടെ സമയം ഒട്ടും ഞങ്ങൾ അങ്ങനെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. 100% നമ്മുടെ സിലബസ് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ 45 hours കൊണ്ട് 100% നമ്മൾ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ ഡെമോ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കോൺസെപ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. പ്ലസ് ഈ 45 മണിക്കൂർ കൊണ്ട് 220-ലധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫിനാൻസ് മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രമാത്രം നമ്മളതിൽ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സാർ 220 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്? ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. സോ 220 ക്വസ്റ്റ്യൻസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എക്സാം പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഉയർന്ന സ്കോർ മേടിക്കാൻ പറ്റുക എന്നുള്ളത് പൂർണ്ണമായിട്ടും നമ്മൾക്കറിയാം. അതിനനുസരിച്ചുള്ള ഒരു ക്ലാസ്സസ് ആണ് നമ്മൾ ഫിനാൻസ് മാനേജ്മെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പൊതുവെ കഴിഞ്ഞ കുറച്ച് അറ്റംപ്റ്റ് ആയിട്ട് വളരെ ടഫാണ് പിള്ളേർ പറയുന്ന പേപ്പറാണ്. നമ്മുടെ ക്ലാസ്സസ് 42 hours ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സിൽ വരുന്നത്. അതിൽ 180 ക്വസ്റ്റ്യൻ പ്ലസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ബുക്ക്ലെറ്റിൻ്റെ കാര്യമല്ല പറയുന്നത്, 180 പ്ലസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഡിറ്റോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഡ്യൂപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ അതിൽ സെൽഫ് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ 180-യും 220 ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി 100% നമ്മൾ കോൺസെപ്ഷൻ ക്ലാരിറ്റി ഉണ്ടാക്കുന്നുണ്ട്. പ്ലസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക ആ മെത്തേഡ് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കോൺസെപ്ഷൻ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നിങ്ങൾ ഫിനാൻസ് മാനേജ്മെൻറ്റിൽ കേൾക്കുകയെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിലെ കോൺസെപ്റ്റ് 100% നമ്മുടേത് കേട്ടിട്ടുണ്ടെങ്കിൽ ശേഷം വരുന്ന നമ്മുടെ പ്രോബ്ലംസ് നമ്മുടെ കൂടെ തന്നെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ളത്. സോ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, ഷുവറാണ്, ഗ്യാരണ്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് SM. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് SMൽ 38 hours ആണ് OPM-ഉം SM-ഉം കൂടെ നമുക്ക് വരുന്നത്. ഫൈനലി കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് 50 hours ആണ് ടോട്ടലി നമുക്കതിന് അവേഴ്സ് കൺസ്യൂം ആവുന്നത്. ഇങ്ങനെ ടോട്ടൽ
നമ്മൾക്ക് ഈ 4 പേപ്പറും കൂടെ ടോട്ടൽ നമ്മൾക്ക് ലെക്ചേഴ്സിന് ആവശ്യമുള്ളത് എത്ര മണിക്കൂറാണ്? ജസ്റ്റ് 175 അവേഴ്സ്. ദാറ്റ് മീൻസ് 175 മണിക്കൂർ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ എൻറ്റയർ സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഫോർഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ഞാൻ ഈ പറയുന്നത് ജൂലൈ ലാസ്റ്റ് വീക്കിലാണ്. ഇനി നമ്മൾ മുമ്പിലുള്ള സമയം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. നവംബർ മന്ത് സ്വാഭാവികമായിട്ടും നമ്മൾ റിവിഷനിലേക്ക് മാറ്റി വെക്കേണ്ട സമയമാണ്. അപ്പോൾ നമ്മൾ മുമ്പിലുള്ളത് ജസ്റ്റ് 90 ഡേയ്സ് ആണ് നിങ്ങൾക്ക് റെഗുലർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനുള്ളത്, അല്ലേ? 90 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഈ 175 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ജസ്റ്റ് 2 അവേഴ്സ് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ പറയുന്ന 3 മാസം കൊണ്ട് നിങ്ങൾക്ക് എൻറ്റയർ സിലബസ് കവർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കണേ, ഡെയിലി ജസ്റ്റ് 2 അവേഴ്സ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഈ എൻറ്റയർ സിലബസ് വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒട്ടും റഷില്ലാണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 2 അവേഴ്സ് ആണോ ടോട്ടലി നിങ്ങൾ പഠിക്കേണ്ടത്? അല്ല, 2 അവേഴ്സ് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് ഒക്കെ റിവിഷൻ നടത്തേണ്ടി വരും, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, അതേപോലെ തന്നെ കൺഫ്യൂസിങ് ഏരിയ നിങ്ങൾ കുറച്ചും കൂടി സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ എക്സ്ട്രാ ടൈമാണ്. നിങ്ങൾ വാച്ച് ചെയ്യേണ്ട സമയം, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട സമയം എത്രയാണ്? ഡെയിലി 2 അവേഴ്സ്. ഇങ്ങനെ ഡെയിലി 2 അവേഴ്സ് മാത്രം നിങ്ങൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന 3 മാസം കൊണ്ട് ഇൻ്റർ ഗ്രൂപ്പ് 2ൻ്റെ എൻറ്റയർ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് റെഗുലർ ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്. ഓക്കെ, യെസ്. ഇനി ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിലോ, ഫസ്റ്റ് ഗ്രൂപ്പും സെയിം തന്നെയാണ്. നമ്മുടെ കോസ്റ്റിങ്ങിന് 55 മണിക്കൂറാണ് ഏകദേശം നമുക്ക് ക്ലാസ് ഉള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈസിയാണ് ഫസ്റ്റ് ഗ്രൂപ്പ് കുറച്ചും കൂടെ സെക്കൻഡ് ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ പ്രശ്നം കുറച്ച് വൈഡായിട്ട് പഠിക്കാനുണ്ട്, കുറച്ച് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആണ് ആക്ച്വലി ഫസ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, സോ കോസ്റ്റിംഗ് 55 മണിക്കൂറിൻ്റെ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് 55 അവേഴ്സിൻ്റെ ക്ലാസ്സാണ്. DT ആൻഡ് IDT 75 അവേഴ്സ്, ലോ 40 അവേഴ്സ്. ഇങ്ങനെ ടോട്ടൽ 235 അവേഴ്സ് ആണ് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ എൻറ്റയർ കോൺസെപ്റ്റ്, എൻറ്റയർ ടോപ്പിക്സ് പഠിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അവേഴ്സ്. ഡെയിലി ഒരു 3 അവേഴ്സ് പഠിച്ചാൽ മാത്രമാണ് ഈ പറയുന്ന 3 മാസം കൊണ്ട് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 30 ആകുമ്പോഴേക്കും ഡെയിലി 3 അവേഴ്സ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഈ പറയുന്ന 235 അവേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ എൻറ്റയർ സിലബസ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ലെക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അഗ്രി? ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഫിനാൻസ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ്, OPM ആൻഡ് കോസ്റ്റിംഗ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. ഈ പേപ്പേഴ്സ് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ക്ലാസ്സസ് എടുക്കുന്നതൊക്കെ ഞാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ക്ലാസ് എടുക്കുന്നത് രാഹുൽ സാറാണ് ക്ലാസ് എടുക്കുന്നത്. സാറും ഇതേപോലെ തന്നെ എൻറ്റയർ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, SM-ഉം ഓഡിറ്റും അതേപോലെ തന്നെ നമ്മുടെ ലോ ഒക്കെ എടുക്കുന്നത് രഞ്ജിത്ത് സാറാണ്. നമുക്കറിയാം തിയറി വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഫാക്കൽറ്റിയാണ്, തിയറി ഹബ്ബ് ഡിസ്കസ് ചെയ്യുന്ന ഫാക്കൽറ്റിയാണ്. സോ സാറാണ് ഇതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. DTയും IDTയും FAയും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ സാറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഫാക്കൽറ്റി പൂൾ വരുന്നത്. നല്ല ഫാക്കൽറ്റി പൂളാണ്, നല്ല റിവ്യൂ ഉള്ള ഫാക്കൽറ്റി പൂളാണ്. ഇതിൻ്റെ ഡെമോ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാച്ച് ചെയ്യാവുന്നതാണ്. മാത്രമല്ല മജോറിറ്റി സ്റ്റുഡൻസും ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ CMA ഇൻ്റർ സെക്കൻഡ് ഗ്രൂപ്പിലൊക്കെ നമ്മുടെ സെയിൽസ് ഹ്യൂജ് സെയിലാണ്. മെജോറിറ്റി സ്റ്റുഡൻസും നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റെങ്കിലും പർച്ചേസ് ചെയ്തവരാണ്. നിങ്ങൾക്ക് ആരെടുത്ത് പോയിട്ട് നമ്മൾ റിവ്യൂ എടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇനി നിങ്ങൾ ബോത്താണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻറ്റയർ സിലബസ് കവർ ചെയ്യണമെങ്കിൽ തന്നെ 175 അവേഴ്സ് ആണ് സെക്കൻഡ് ഗ്രൂപ്പിന് ആവശ്യമുള്ളത്, 235 അവേഴ്സ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പിന് ആവശ്യമുള്ളത്. ടോട്ടൽ 410 അവേഴ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഈ 410 അവേഴ്സ് നിങ്ങൾക്ക് ഈ പറയുന്ന 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഡെയിലി നിങ്ങൾ 4.5 to 5 അവേഴ്സ് മിനിമം നിങ്ങൾ ടൈം കൺസ്യൂം ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ലെക്ചേഴ്സ് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം. എക്സ്ട്രാ ടൈം നിങ്ങൾ പ്രാക്ടീസിനും റിവിഷനും അതേപോലെ തന്നെ ഷെഡ്യൂളിങ്ങിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അത് നിങ്ങൾ സെപ്പറേറ്റ് മാറ്റി വെക്കണം. ഇവിടെ നമ്മൾ നിങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങളെങ്ങാനും നമ്മളെടുത്തുന്ന CMA ഇൻ്റർ സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന കാര്യം, നിങ്ങൾക്ക് എൻറ്റയർ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഞങ്ങൾക്ക് 1-to-1 മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്. 1-to-1 മെൻറ്റർഷിപ്പ്, അതായത് ഞങ്ങൾക്കൊരു മെൻറ്റേഴ്സ് ഉണ്ട്. ഓരോ ദിവസവും നിങ്ങളെ അവർ ഷെഡ്യൂൾ ചെയ്യും. അതായത് ഈ ദിവസം നിങ്ങൾ ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടത്, നാളെ ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടത്, ഈ കാര്യങ്ങൾ ഡെയിലി നമ്മുടെ മെൻറ്റർ എന്ത് ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഡെയിലി ഷെഡ്യൂളിങ് ചെയ്യും. പ്ലസ് എങ്ങനെയാണോ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കോസ്റ്റിങ്ങിൽ നിങ്ങളുടെ മെറ്റീരിയൽ കോസ്റ്റിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ എക്സാംസ് നടത്തും. ചാപ്റ്റർ വൈസ് അവരെന്ത് ചെയ്യുന്നുണ്ട്? എക്സാംസ് നടത്തുന്നുണ്ട്. ഈ രീതിയിലുള്ള ഇഷ്ടംപോലെ അഡ്വാൻറ്റേജസ് ഒരു ബാച്ച് റൺ ചെയ്യുന്ന ഫീൽഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓഫ്ലൈൻ ബാച്ച് റൺ ചെയ്യുന്ന ഫീൽഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈൻ ക്ലാസ്
നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ലേൺ വിത്ത് ലുക്മാനിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഓക്കെ, സോ ഇതിൻ്റെ ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് നമ്മൾ ഇൻകർ ആവാൻ പോവുകയാണ്. ഇതുവരെ ക്ലാസ് പർച്ചേസ് ചെയ്ത പിള്ളേർ മുഴുവനായിട്ടും ഈ പറയുന്ന ഒരു ബാച്ചിലല്ല നമ്മൾ അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പറയുന്ന പോലെ സെയിൽസ് ജസ്റ്റ് അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്യുന്നു. അവരുടെ ഫീസിബിൾ ടൈമിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫീസിബിൾ ടൈം നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. നിങ്ങൾ പറയുന്ന പോലുള്ള ഫീസിബിൾ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് തരും. ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് നിങ്ങൾ ഫിക്സ് ആക്കണം, നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്നുള്ളത്. എന്നാൽ മാത്രമാണ് ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങളുടെ റെഗുലർ ക്ലാസ്സസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഡിസംബറിൽ ഒരു കോൺഫിഡൻറ്റോട് കൂടെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സോ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഒരു ബിഗ് പ്രോജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോ ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മളെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെമോ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പറയുന്ന കാര്യം, ക്ലാസ് പർച്ചേസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള 1-to-1 മെൻറ്റർഷിപ്പ് ഫോർ റിവിഷൻ, ഫോർ ഷെഡ്യൂളിംഗ്, ഫോർ ടൈം ടേബിൾ, എൻറ്റയർ 1-to-1 മെൻറ്റർഷിപ്പ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.